ഉള്ള കാര്യം പറയാലോ, ഇതൊരുമാതിരി മറ്റവിടുത്തെ പരിപാടിയായിപ്പോയി. അതിപ്പോൾ എന്തെന്നെ ആയാലും ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ ഒന്നും അപമാനിക്കാൻ പാടില്ല. ശരിക്കും ഉണ്ണിമുകുന്ദന്റെ മാർക്കോ സിനിമയിലെ ഫസ്റ്റ് സോങ്ങിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ബ്ലഡ് എന്ന് പേരുള്ള ഫസ്റ്റ് സോങ് ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ തന്നെ വയലൻസിനോ ബ്ലഡിനോ എന്തോ ഫ്ലാഗ് ഇട്ടിട്ട് അത് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. പിന്നീട് അപ്ലോഡ് ചെയ്യുമ്പോൾ പണ്ട് പാടിയ ഡെപ്സി അല്ല, ഇത് വേറെ ഏതോ ആള്, KGF പാടിയ ആളിനെ ഡെപ്സി ആയിട്ട് സ്വാപ്പ് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്താ സംഭവം നോക്കിയപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെന്റ് വേറെ. എന്താണ്, ഇന്റർനെറ്റിലെ ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഡബ്സിന്റെ പാട്ട് അത്ര പോരാ, ഞങ്ങളിത് മാറ്റുകയാണെന്ന് പറഞ്ഞു. ഈ ഇന്റർനെറ്റിലെ എല്ലാ ആൾക്കാരെയും സമാധാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരും. നിങ്ങൾ എന്ത് ചെയ്താലും അതിന് കുറ്റം പറയാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ആൾക്കാരിനെയും ഇതിനൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ തന്നെ ഡയറക്ടർ 2 ഫ്ലോപ്പ് സിനിമ എടുത്ത ആളാണ്. അയാളെ മാറ്റണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറ്റുമോ? സിനിമയിലെ നായകനെ മാറ്റണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അതൊക്കെ ആൾക്കാരുടെ തലയിൽ ഇടരുത്. പിന്നെ ഈ സോങ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അപ്രൂവ് ചെയ്തിട്ട് തന്നെയല്ലേ ഇത് അപ്ലോഡ് ചെയ്ത് റിലീസ് ചെയ്തത്, അല്ലാതെ യൂട്യൂബിൽ ഇറങ്ങിയപ്പോഴല്ലോ നിങ്ങൾ ആദ്യമായിട്ട് കേട്ടത്. അപ്പൊ നിങ്ങളുടെ ജഡ്ജ്മെന്റ് റോങ് ആയെന്നാണോ പറയുന്നത്? അപ്പൊ ഒരു സിംഗറിനെ ചൂസ് ചെയ്യുന്ന ജഡ്ജ്മെന്റ് തെറ്റിയാ ഇനി നിങ്ങളൊക്കെ എന്തൊക്കെ തെറ്റാനുണ്ട് സിനിമയിൽ? എനിക്ക് തോന്നുന്നില്ല ഇവർ ഒരു ദിവസം കൊണ്ട് ഈ സിംഗറിനെയൊക്കെ മാറ്റി വീണ്ടും റെക്കോർഡ് ചെയ്ത് ഈ സോങ് റിലീസ് ചെയ്തതാണെന്ന്. ഇതിന്റെ പിന്നിൽ എന്തോ നടക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ വഴിയുണ്ട് മാഷേ? അൺപ്ലഗ്ഡോ റീമിക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് റിലീസ് ചെയ്തുകൂടെ? ഇങ്ങനെ ഒരാളെ അപമാനിച്ചിട്ട് തന്നെ വേണം. ഇതാണ് ഇതിലുള്ള എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമന്റ് ചെയ്യൂ.